മലയാള സിനിമയിലെ പ്രമുഖ നടന്മാർക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണ പരാതികൾക്ക് പിന്നാലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ കൂട്ടരാജി. പ്രസിഡന്റ് മോഹൻലാലും എക്സിക്യൂട്ടീവ് അംഗങ്ങളും പദവികൾ ഒഴിഞ്ഞതോടെ അമ്മയുടെ ഭരണസമിതി ഇല്ലാതായിരിക്കുന്നു. ലൈംഗിക പീഡന ആരോപണം ഉന്നയിച്ച് നടി മീനു മുനീർ പരാതി നൽകിയതോടെ നടനും MLA-യുമായ മുകേഷിന്റെ രാജിക്ക് വേണ്ടിയുമുള്ള മുറവിളി ശക്തമാവുകയാണ്. അമ്മ എന്ന സംഘടന ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ഭരണസമിതിയിൽ വരാൻ പോകുന്ന നേതൃനിരയിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? യുവാക്കൾക്ക് കൂടുതൽ അവസരം ലഭിക്കുന്ന തരത്തിലൊരു പൊളിച്ചെഴുത്ത് അമ്മയിൽ സംഭവിക്കും. ഏതായാലും ജനാധിപത്യപരമായ രീതിയിലുള്ള മാറ്റങ്ങൾ അമ്മയിൽ സംഭവിക്കാൻ പോകുന്നു. അതിൻ്റെ സൂചനയായി ഈ കൂട്ടരാജിയെ കാണണം എന്നൊക്കെ അഭിപ്രായപ്പെടുന്നവരുണ്ട്. മാത്രമല്ല, എന്തുകൊണ്ടാണ് ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോഴും അമ്മ എന്ന അഭിനേതാക്കളുടെ സംഘടന ഈ മണിക്കൂറുകളിലൊക്കെ നിശബ്ദരായിരുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഏതായാലും വികാരാധീനനായിട്ടാണ് തൻ്റെ രാജ്യപ്രഖ്യാപനം മോഹൻലാൽ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിച്ചത്. അതിനുശേഷം കൂട്ടരാജി ഉണ്ടാവുകയായിരുന്നു. അദ്ദേഹം മമ്മൂട്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് കൂട്ടരാജി എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അമ്മയിലെ അംഗങ്ങൾ തിരഞ്ഞെടുത്തൊരു ഭരണസമിതി കൂട്ടമായി രാജിവെക്കുന്നത് ശരിയായ ഒരു നടപടിയാണോ എന്ന നിലയ്ക്കും ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അമ്മയ്ക്കകത്ത് ഭിന്നത രൂക്ഷമായിരിക്കുന്നു. മറ്റൊരു സംഘം സമാന്തരമായി തന്നെ ഈ ഭരണസമിതി പിരിച്ചുവിടണം എന്ന ആവശ്യം ഉന്നയിക്കുകയും അങ്ങനെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് അമ്മയിലെ ഭരണസമിതി ഇപ്പോൾ രാജിവെച്ച് ഒഴിഞ്ഞിരിക്കുന്നത് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് മോഹൻലാലിൻ്റെ ഈ പദവി ഒഴിഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. നമുക്ക് അമ്മ ഓഫീസിൻ്റെ മുന്നിൽ നിന്ന് അനുജ രാജേഷ് നമ്മളോടൊപ്പം ചേരുന്നു. അനുജ, ഈ അമ്മയുടെ താൽക്കാലിക ഭരണസമിതിയാണ് ഇനി അമ്മയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. സ്വാഭാവികമായും ഈ ഇപ്പോൾ ഉയർന്നു വന്ന അനൂപ് ചന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിനുശേഷം അനുജയിലേക്ക് വരും. അവരെ ചേർത്ത് നിർത്താൻ ഈ അമ്മ ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. അനുജ രാജേഷ് നമ്മളോടൊപ്പം ചേരുന്നു അമ്മ എന്ന സംഘടനയുടെ ഓഫീസിന് മുന്നിൽ നിന്ന്. അനുജ, അമ്മയ്ക്ക് മുന്നിൽ ഉണ്ടായിരുന്ന വെല്ലുവിളികളെ, വിമർശനങ്ങളെ ഈ ഭരണസമിതി ഒന്നാകെ ഒഴിഞ്ഞു പോയതോടുകൂടി ഇല്ലാതാകുന്നുണ്ടോ? അതിനെ അതിജീവിക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞു എന്ന് വിലയിരുത്താനാകുമോ? ഗോപികൃഷ്ണൻ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അമ്മയുടെ ആസ്ഥാനത്തിന് മുന്നിലാണ്. കൊച്ചി കല്ലൂരിലുള്ള അമ്മയുടെ ആസ്ഥാനത്തിന് മുന്നിൽ. സാധാരണഗതിയിൽ ജീവനക്കാരൊക്കെ ഉണ്ടാകേണ്ടുന്ന ഒരു ഇടം കൂടിയാണ്. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ അടച്ചിട്ടിരിക്കുന്ന ഒരു ഓഫീസ് അമ്മയുടെ ആസ്ഥാനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഷട്ടർ ഇട്ടിട്ടുണ്ട് ഇവിടെ. ഈ യോഗം ഇന്ന് ചേരേണ്ടിയിരുന്നത് ഇവിടെയൊക്കെയാണ്. പക്ഷേ അതൊന്നും നടക്കാതെ പകരം ഓൺലൈനായി അടിയന്തര യോഗം ചേർന്ന് മോഹൻലാൽ സ്ഥലത്തില്ല. അദ്ദേഹം ഈ യോഗം ഇന്ന് നടക്കാൻ ഇടയില്ല എന്ന തരത്തിലേക്കൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അടിയന്തരമായി തന്നെ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്, അത് പ്രഖ്യാപിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഓൺലൈനായി യോഗം ചേരുകയായിരുന്നു. ഈ നേരത്തെ ഗോപി പറഞ്ഞതുപോലെ ഇതിൽ എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ടതിലൊക്കെ ഇപ്പോൾ ഭിന്ന അഭിപ്രായമുണ്ട്. മുഴുവൻ അംഗങ്ങളും അറിയാതെയാണ് ഈ നടപടി എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? നേതൃസ്ഥാനത്തുള്ളവർ ഒരുപക്ഷെ ആ തരത്തിലേക്ക് അല്ലെങ്കിൽ ആരോപണ വിധേയരായവർ ഒഴിഞ്ഞാൽ പോരായിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നു. എന്നാൽ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുന്നു എന്നതാണ്. അതിൽ ഇന്നലെ തന്നെ നമ്മൾ വാർത്ത നൽകിയിരുന്നു മോഹൻലാൽ രാജിവെക്കാനുള്ള സാധ്യതയുണ്ട് എന്നത്. പിന്നീട് ഇന്നത് ഒരു കൂട്ടരാജിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നതും നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഏതായാലും ഉച്ചയോടെ ഇങ്ങനൊരു വാർത്ത പുറത്തു വരുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അഴിച്ചുവിട്ട കൊടുങ്കാറ്റത് അമ്മയെ ആടിയുലച്ച് ഈ തരത്തിലേക്ക് കടപുഴക്കി അതിൻ്റെ ഭരണസമിതി വീണിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഗോപി ചോദിച്ചതുപോലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായോ എന്ന് ചോദിച്ചാൽ അതല്ല എന്നുള്ളത് നിസ്തർക്കം പറയാം. കാരണം ഇനി അമ്മയെ കാത്തിരിക്കുന്നത്, ഈ സംഘടനയെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികളാണ്. ഇനി അടുത്തൊരു ഭരണസമിതി നിലവിൽ വരേണ്ടതുണ്ട്. അത് 2 മാസത്തിനുള്ളിൽ തന്നെ ജനറൽ ബോഡി യോഗം ചേർന്ന് അടുത്ത ഭരണസമിതിയെ തിരഞ്ഞെടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആരാകണം ഇനി ആ തലപ്പത്തേക്ക്, സംഘടനാ തലപ്പത്തേക്ക് വരേണ്ടത്? ആരൊക്കെയാകണം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നൊക്കെയുള്ളതിൽ വലിയ ചർച്ചകൾ നടക്കും, വിശദമായ ചർച്ചകൾ നടക്കും. ഒരു ശുദ്ധികലശത്തിലേക്ക് പോകേണ്ടുന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിലൊരു വനിതാ നേതൃസ്ഥാനത്തേക്ക് എത്തണമെന്നൊക്കെയുള്ള തരത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ ഉയരുന്നുണ്ട്. മറ്റു ചില പേരുകൾ, പൃഥ്വിരാജിൻ്റേതുപോലെയൊക്കെയുള്ള പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. ജഗദീഷിൻ്റെ പേരുകളുണ്ട്. ഇന്ന് തന്നെ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വാട്സാപ്പ് ഗ്രൂപ്പിൽ, ഈ സംഘടനയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരി തിരിഞ്ഞുള്ള പോരായിരുന്നു എന്നുള്ളതാണ്. അതിൽ ഒരു വിഭാഗം ജഗദീഷിൻ്റെ നേതൃത്വത്തിൽ, അതിൽ വനിതാ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിനൊപ്പം നിന്നുകൊണ്ട് നിലവിലെ ഭരണസമിതിക്കെതിരെ
മറ്റ് അംഗങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിച്ചു എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ആ തരത്തിലേക്ക് അഭിപ്രായ ഭിന്നത അവരുടെ ഗ്രൂപ്പിൽ ഇന്ന് വളരെ പ്രകടമായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ഔദ്യോഗിക തീരുമാനത്തിലേക്ക് കടന്നത്. മമ്മൂട്ടിയുമായി മോഹൻലാൽ സംസാരിച്ചു. രാജി തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് രാജി വയ്ക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് അദ്ദേഹം ഉപദേശം നൽകി എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. ഒപ്പം ഫെഫ്ക നേതൃത്വവുമായി ഒക്കെ മോഹൻലാൽ ഇന്നലെ തന്നെ ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തുകയും അദ്ദേഹം രാജിവെക്കാനുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം തന്നെ കൈക്കൊള്ളുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. വളരെ മനോവിഷമം ഉണ്ടാക്കുന്ന ഒന്നാണ്. താൻ നേതൃപദവിയിൽ ഇരുന്ന സമയത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ അങ്ങേയറ്റം മനോവിഷമം ഉണ്ടാക്കുന്നതാണെന്ന് പറയുമ്പോഴും ഒരു മാസവും ഏതാനും ദിവസവും മാത്രമായിട്ടേ ഉള്ളൂ ഈ പുതിയ ഭരണസമിതി അധികാരമേറ്റിട്ട്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ എത്രയോ വർഷങ്ങളായി ഈ സംഘടനയിൽ തുടർന്നു വരുന്ന ആണധികാരം, സിനിമാ മേഖലയിൽ ഏറ്റവും മ്ലേച്ഛമായ ലൈംഗിക ചൂഷണം നടക്കുന്നു. പ്രാഥമിക സൗകര്യം പോലും നിർവഹിക്കാനുള്ള അതിനുള്ള സൗകര്യം പോലും ഇല്ലാതെ തങ്ങൾ ബുദ്ധിമുട്ടുകയാണ് എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ച് 4.5 വർഷം അവരുടെ കയ്യിലിരിക്കുമ്പോഴും ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ സർക്കാർ അപ്പോഴെങ്കിലും പരിഗണിച്ചിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ കാലയളവിലെങ്കിലും ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇവർക്ക് നന്നായി മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ അമ്മ സംഘടനയിൽ ഉണ്ടായിരിക്കുന്ന ഈ നീക്കങ്ങളെല്ലാം. ഈ ഭരണസമിതി രാജിവെക്കുമ്പോൾ ഇനി ആര് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ആരോപണ വിധേയരായ ഒരാൾ പോലും ഇതിന്റെ ഭരണത്തലപ്പത്തുണ്ടാകരുത് എന്നുള്ളത് അത് ആ തരത്തിലേക്ക് തന്നെ കടന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ അറിയുന്നത് അമ്മ എന്ന സംഘടനയിൽ ഒരു ഭിന്നതയുണ്ടായിട്ടുണ്ട്. യുവാക്കളും സ്ത്രീകളും അടങ്ങുന്ന ഒരു സംഘം ജഗദീഷിന് നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന ജഗദീഷിന് പിന്നിൽ സംഘടിച്ചിട്ടുണ്ട് എന്ന സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. അല്ല യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ളൊരു നേതൃത്വം, അതല്ല സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള നേതൃത്വം, ഇങ്ങനെ പലതരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് എന്നാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത്. അതിലെന്തെങ്കിലും സ്ഥിരീകരണമുണ്ടോ അനുജ? തീർച്ചയായും അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഗോപികൃഷ്ണൻ. ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇന്ന് ഈ യോഗത്തിന് മുൻപുമൊക്കെയായി കടുത്ത അഭിപ്രായ ഭിന്നത ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലേക്കാണ് അതിലൊരു പോര് നടക്കുകയായിരുന്നു എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. അവിടെയാണ് ജഗദീഷിനെ പിന്തുണച്ചുകൊണ്ട് ഒരു കൂട്ടം വനിതാ താരങ്ങളും യുവതാരങ്ങളും രംഗത്തെത്തിയത്. അദ്ദേഹത്തിനൊപ്പം, അദ്ദേഹം സ്വീകരിച്ച നിലപാടിനൊപ്പം നിൽക്കുന്ന കാഴ്ച അത് കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ്. പരസ്യ ഭിന്നത അത് മറനീക്കി പുറത്തു വന്നിരുന്നു. സിദ്ദിഖിന്റെ വാർത്താ സമ്മേളനത്തിന് തൊട്ട് പിന്നാലെ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജഗദീഷ് വാർത്താ സമ്മേളനം നടത്തുകയും സിദ്ദിഖ് പറഞ്ഞതിനെല്ലാം പൂർണ്ണമായി തള്ളുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ തരത്തിലേക്ക് ഒരു ഭിന്നതയുണ്ട് എന്നുള്ളത് അവിടെ വാട്സാപ്പ് ഗ്രൂപ്പിലും പ്രകടമായിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ ഈ തീരുമാനം പ്രഖ്യാപിക്കേണ്ടുന്ന ഒരു നിർബന്ധിത അവസ്ഥയിലേക്ക് മോഹൻലാൽ എത്തിച്ചേർന്നു എന്നതാണ്. ഈ മനോവിഷമം എന്ന് പറയുമ്പോൾ അദ്ദേഹം നേതൃപദവിയിൽ ഇരിക്കുമ്പോഴുള്ള മനോവിഷമം എന്ന് പറയുമ്പോഴും അത് ആ തരത്തിലേക്കല്ല. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവരൊക്കെ ഇതിൻ്റെ തലപ്പത്തിരിക്കുമ്പോഴുണ്ടാകുന്ന ഈ സംഘടനയിൽ എന്താണ് സ്ത്രീകൾ അനുഭവിക്കുന്നത്, അതിൽ ഈ സൂപ്പർ താരങ്ങളുടെ മൗനം, ഇതെല്ലാം ഈ വിഷയത്തിൽ ചർച്ചയാകുന്നുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി അത് ചർച്ചയാകുന്നുണ്ട്. ഒപ്പം ഈ റിപ്പോർട്ടിന്മേൽ എന്തുകൊണ്ടാണ് സംഘടനയുടെ അധ്യക്ഷൻ പ്രതികരിക്കാത്തത് എന്ന ചോദ്യം ഉയർന്നു വന്നിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം ഒരു വാക്കായി പോലും നമ്മൾ ഇതുവരെ കണ്ടിരുന്നില്ല. സിദ്ദിഖാണ് പ്രതികരിച്ചത്. സിദ്ദിഖാകട്ടെ അന്ന് പ്രതികരിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തങ്ങൾക്കറിയില്ല, പവർ ഗ്രൂപ്പ് എന്താണ് എന്നത് അറിയില്ല എന്ന് പറയുന്നു. ഒപ്പം ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അമ്മയ്ക്കെതിരെ അല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ള അദ്ദേഹത്തിന്റെ ആദ്യ വാചകം അത് തന്നെ ഇപ്പോൾ തെറ്റാണ് എന്ന് തെളിയിക്കുന്നു. അമ്മയ്ക്കെതിരെയുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് തൊട്ടടുത്ത ദിവസം തന്നെ, അതേ ദിവസം തന്നെയാണ്, തൊട്ടടുത്ത ദിവസം പോലുമല്ല, അതേ ദിവസം രാത്രിയാണ് സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് 24 ആണ് ആ ആരോപണം നൽകിയത്, ഒരു നടി രംഗത്തെത്തിയത്. പിന്നീട് ആ തരത്തിലേക്ക് നമ്മൾ ജോയിന്റ് സെക്രട്ടറി, അദ്ദേഹം താൽക്കാലിക ജനറൽ സെക്രട്ടറി ബാബുരാജിനെതിരെ വന്ന ആരോപണം, അങ്ങനെ ഇതിന്റെ തലപ്പത്ത് മുൻപുണ്ടായിരുന്നവർ ഇടവേള ബാബു, മുകേഷ്, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കെതിരെയും എല്ലാം ആരോപണം ഉയർന്നു വന്നപ്പോൾ ഇത് പിടിച്ചു നിൽക്കാൻ ഇനി മാർഗമില്ല എന്ന തരത്തിലേക്ക് അമ്മ സംഘടന എത്തിച്ചേരുകയും അല്ലെങ്കിൽ അവരുടെ നേതൃത്വം എത്തിച്ചേരുകയും ഇതിൽ രാജിവെച്ചൊഴിയുക എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ മുഖം രക്ഷിക്കാൻ ഏറ്റവും നല്ലത്. ശരി അനുജ, ഈ അമ്മ ആദ്യമായി നടത്തുന്ന പ്രതികരണം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള പരാമർശങ്ങളിൽ അമ്മ നടത്തുന്ന പ്രതികരണം, നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ സിദ്ദിഖ് ഇതൊന്നും അമ്മ എന്ന സംഘടനയ്ക്കോ അതിലെ അംഗങ്ങൾക്കോ എതിരെയുള്ളതല്ല എന്ന് ന്യായീകരിച്ചുകൊണ്ടാണ് ആ വാർത്താ സമ്മേളനത്തിൽ മറുപടി പറഞ്ഞു തുടങ്ങിയത്. പക്ഷെ അതിൽ ഇവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും ഇങ്ങനെയും അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല, 90% ആളുകളിലും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് സിദ്ദിഖ് പറയുന്നു. അത് സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിൽ ഒപ്പം ഉണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തിലെ ജോമോൾ സംസാരിക്കുന്നു. അതിനുശേഷം തൊട്ടു പിറ്റേ ദിവസമാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ അൻസിബ ഹസൻ തനിക്ക് അങ്ങനെ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് പരസ്യമായി രംഗത്ത് വരുന്നത്.
അപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കകത്തെ അംഗങ്ങളുടെ തന്നെ സമ്മർദ്ദം ഈ കൂട്ടരാജിയിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട കാരണമായി അമ്മയിൽ എന്ന് പറയാൻ കഴിയുമോ? തീർച്ചയായും. കാരണം അതിനുശേഷം വന്ന ഒട്ടേറെ പ്രതികരണങ്ങൾ നമുക്കറിയാം. വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല തന്നെ ആ ദിവസങ്ങളിലെല്ലാം പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹവും ഈ പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് തനിക്കറിയില്ല എന്നതൊഴികെ മറ്റ് കാര്യങ്ങളിലെല്ലാം അദ്ദേഹം ഭിന്നമായ നിലപാട് സ്വീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. സിദ്ദിഖ് പറഞ്ഞതിനോട് ഭിന്നമായ നിലപാട്. ഇങ്ങനെ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടതാണ്, ആരോപണ വിധേയരെ മാറ്റി നിർത്തേണ്ടതാണ് എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ അദ്ദേഹം പറയുന്നു. വനിതാ താരങ്ങൾ ഇത്തരം ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. ശ്വേതാ മേനോനൊക്കെ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് തന്നെ പറയുന്നു. അതിൽ സ്ത്രീകളടക്കമുള്ളവരുണ്ട്, തനിക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ശ്വേതാ മേനോൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയൊക്കെ രാജി അത് ഞെട്ടലുണ്ടാക്കുന്നതാണ് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ പോലും ഈ തരത്തിലേക്കുള്ള പ്രതികരണങ്ങൾ ഇനി പിടിച്ചു നിൽക്കാൻ വഴിയില്ലാതെ അൻസിബയുടെ പ്രതികരണം ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത്, എല്ലാ പിടിവള്ളികളും നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല, ഒന്നും പറഞ്ഞു പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെ വരുന്ന വെളിപ്പെടുത്തലുകൾ അത് അങ്ങേയറ്റം എല്ലാ പരിധികളും കടന്നു പോകുന്ന തരത്തിലേക്കുള്ള വെളിപ്പെടുത്തലുകൾ നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ് എന്നൊക്കെയുള്ളൊരു ഭീതി എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇവരുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകാം. ഏതായാലും ആ തരത്തിലേക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല ഈ ഭരണസമിതിക്ക്. ഇത് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്നതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങൾ അത് പുറമേക്ക് വരുമ്പോൾ അത് മറ്റ് ചില ആളുകൾ കൂടി ഏറ്റെടുക്കുന്നു. ഇവർക്കൊപ്പമുള്ള ചില ആളുകൾ കൂടി ഇവർക്കെതിരെ വിമർശനവുമായി രംഗത്തേക്ക് എത്തുന്നു. ഉർവശിയെ പോലെയുള്ള മുതിർന്ന താരം പറഞ്ഞത് നമുക്കറിയാം, അമ്മയുടെ അടിയന്തര യോഗം വിളിച്ചു ചേർക്കണം. ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് തെറ്റാണ്. സർക്കാരിനെ എതിരെ അല്ല ഇപ്പോൾ നീങ്ങേണ്ടത്, അമ്മയാണ് ഇതിന് ഉത്തരം പറയേണ്ടതെന്ന് ഉർവശി പറഞ്ഞിരുന്നു. കാരണം സിദ്ദിഖ് പറഞ്ഞത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് ഉർവശിയെ പോലെ ഒരു മുതിർന്ന താരം പ്രതികരിച്ചു. ഒപ്പം തന്നെ ജഗദീഷിന്റെ പ്രതികരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൃഥ്വിരാജിന്റെ ഇന്നലത്തെ പ്രതികരണമൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയ പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ടൊവിനോ തോമസ് ആണെങ്കിലും ആരോപണ വിധേയരുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തണം, താൻ മൊഴി നൽകാൻ തയ്യാറാണ് എന്നൊക്കെയുള്ള, ഇനിയും മൊഴി നൽകാൻ തയ്യാറാണ് എന്ന് പറയുന്നു. അങ്ങനെ ഇതിൽ പ്രമുഖരായ ആളുകൾ എല്ലാവരും ആ തരത്തിലേക്കൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഇനി ഇതിൽ മുന്നോട്ട് മറ്റൊരു മാർഗമില്ല എന്ന തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോഴിങ്ങനെയൊരു രാജി, അതൊരു കൂട്ടരാജിയിലേക്ക് മാറിയിരിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അഴിച്ചുവിട്ട കൊടുങ്കാറ്റ്. ശരി, അനുജ രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ അമ്മയുടെ ആസ്ഥാന മന്ദിരത്തിന് മുന്നിൽ നിന്ന് ആ മന്ദിരം ഇപ്പോൾ അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ്. ഓൺലൈനായിട്ടാണ് ഇന്ന് യോഗം ചേർന്നത്. വികാരാധീനനായിട്ടായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം. ഏതായാലും അമ്മയിലെ കൂട്ടരാജി, അമ്മയിൽ ജനാധിപത്യം പുലരുന്നതിന്റെ തുടക്കമായി കാണാം എന്നാണ് ആഷിഖ് അബുവിനെ പോലുള്ളവർ പ്രതികരിച്ചത്. നേരത്തെ ഷമീർ തിലകന്റെ പ്രതികരണം നമ്മൾ കണ്ടു. യുനാനിമസ് ആയി ഏകകണ്ഠേനയാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്, രാജിവെക്കാനുള്ള തീരുമാനം എന്നാണ് ജോയ് മാത്യു മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ഏതായാലും ഒരു താൽക്കാലിക സമിതി, അതായത് ഒരു അഡ്ഹോക് കമ്മിറ്റിയാണ് ഇനി അമ്മയുടെ 2 മാസക്കാലത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക. അതിനുശേഷം പൊതുയോഗം ചേരുന്നു, വീണ്ടും അമ്മയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായേക്കും. അങ്ങനെ പുതിയ നേതൃനിര അമ്മയുടെ ഭരണ തലത്തിലേക്ക് ഉയർന്നു വരും. അടുത്ത മാസം 10-ാം തീയതിയാണ് കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി വേണമെന്ന കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അമ്മയെപ്പോലെ അഭിനേതാക്കളുടെ സംഘടന ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ നിലപാട് എന്തു സ്വീകരിക്കും, അത് പറയാൻ ആരുണ്ടാകും എന്ന ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഏതായാലും അമ്മ സംഘടനയിലെ കൂട്ടരാജിയിലൂടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ഉയർന്ന വലിയ പരാമർശങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യതയിൽ നിന്ന് അമ്മയെപ്പോലൊരു സംഘടന ഒളിച്ചോടുകയായിരുന്നു എന്ന വിമർശനവും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം.